അങ്ങനെ കുറേ നാളത്തെ എൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് അപ്ഡേറ്റുകളെല്ലാം ഒന്ന് തീർത്തൊന്ന് ഒതുക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒന്ന് കണ്ടപ്പം ഒന്നുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാൻ അപ്ഡേറ്റിന് പുറപ്പെടുക. ഇപ്പോഴത്തെ എൻ്റെ വാട്ടർഫോണിൻ്റെ സിറ്റുവേഷൻ ഇതാണ്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സെറ്റായിട്ട് ഇരിപ്പുണ്ട്. പ്ലാൻസൊക്കെ വലിയ കുഴപ്പമില്ലാതെ വളർന്നു വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ മീൻ ചത്തുപോയി. സോ അതിനെ റീപ്ലേസ് ചെയ്യണം. പിന്നെ ഈ പുല്ല് കാട് പോലെ വളർന്നു വരുന്നതിനൊരു പരിഹാരം ഉണ്ടാക്കണം. മൊത്തത്തിൽ കണ്ട ഒരു വൃത്തി വേണമല്ലോ. സോ കാട് പിടിക്കുന്ന പരിപാടിക്ക് ഒരു സൊല്യൂഷൻ, പിന്നെ ഈ ബോർഡറിനെ ഒന്ന് വൃത്തിയായിട്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയും കൂടെ ആയിട്ട് ഞാൻ മറ്റേ നമ്മുടെ പുല്ലുള്ളതൊക്കെ ഒരു കറുത്ത കാർപ്പറ്റ് പോലത്തെ ഒരു സാധനം ഇടത്തില്ലേ, ആ സാധനവും പിന്നെ കുറച്ച് താഴ്ത്തിയിട്ട് അതിൻ്റെ മുകളിൽ കോക്കോ പീറ്റും അതുപോലെ പോട്ടെ മിക്സും കൂടി ഇട്ട് ഒരു ലെയർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഡെക്കറേഷൻ നടത്തിയാലോ എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്ലാൻ. സോ ആദ്യം ഓൾറെഡി വളർന്നു നിൽക്കുന്ന പുല്ലും ആ തൽക്കാലത്തേക്ക് അവിടുത്തെ ബോർഡറും ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ബാക്കി പണിയിലേക്ക് കിടക്കാം. ഇത് ആക്ച്വലി വെട്ടി വൃത്തിയാക്കി. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാലേ, ഇതെങ്ങനെയാണ് വിരിക്കുക? ഇതുവരെ ഇത് ഞാൻ ഉപയോഗിച്ച് പോലും കണ്ടിട്ടില്ല ആക്ച്വലി. ആയിട്ട് നോക്കാം, പറയാം. ഇത് ചെയ്യേണ്ട റൈറ്റ് മെത്തേഡ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. എനിക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് കവറാകുന്ന പോലൊക്കെ ഒന്ന് വെച്ചിട്ട് ഞാൻ ഒരു ഇടയ്ക്കൊരു സ്ലിറ്റ് പോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു മതി ഉടുപ്പിടിക്കുന്ന പോലൊക്കെ ഇടിക്കും. എന്നാൽ നമ്മുടെ ഈ ഒരു ചെടിയൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്താണേലും ആ ചെടിയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കറക്റ്റ് എത്തുന്നുണ്ടേ അതിൻ്റെ ഒരു പൊസിഷൻ മാർക്ക് ചെയ്ത് ഇടയ്ക്കൊരു ചെറിയൊരു ഹോള് കെട്ടിയിട്ട് ഇങ്ങനെ ഉടുപ്പിടിക്കുന്ന പോലെ ഇടിച്ച് വിടുമായിരുന്നു. ദേവദാരു, അത് തന്നെ ദേവദാരു. സോ എനിവേ അങ്ങനെ ആ കാർപ്പറ്റും വിരിച്ച് നമ്മുടെ കൊക്കോ പീറ്റും പൊടിച്ചെടുത്ത് ആ ബോർഡറിൻ്റെ ഭാഗത്ത് ഞാൻ കുറച്ച് താഴ്ത്തിയിട്ടുണ്ട്. ആ താഴ്ത്തിയെടുത്ത് ഇനിയും കൊണ്ട് ഈ കൊക്കോ പീറ്റ് ഇട്ടിട്ട് വേണം അതിൻ്റെ അകത്ത് വേണം ഈ ബോർഡർ നടാൻ. സോ പുല്ല് വളർന്നു വരും, വലിയ കുഴപ്പമില്ലാത്ത മീൻസ് ചട്ടി നിൽക്കുന്ന പോലെ മണ്ണ് നിൽക്കുന്ന പോലെ കാട് പിടിച്ച് അങ്ങ് പോകത്തില്ല, ഒരു മയത്തിലൊക്കെ നിൽക്കുമല്ലോ. അതാണ് എൻ്റെ ഒരു പ്ലാൻ. സോ ആ ഗ്രൗണ്ട് മൊത്തം ഇപ്പം കവർ ചെയ്തു, അത്രയും പണി തീർന്നായിട്ട്. ഇനി ഇതുകൊണ്ട് എന്തായാലും മൊത്തം കവറാകത്തില്ല, അത്രയും ഉറപ്പായി. ഇത് പൊടിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അത്രയും ആ കണക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയത്. അപ്പോൾ ഒരു ബ്ലോക്ക് കൂടെ മേടിക്കേണ്ടി വരും. അത് ബ്ലോക്ക് മേടിച്ചിട്ട് നിറയ്ക്കുക, ഓർഡർ റീസെറ്റ് ചെയ്യുക. പിന്നെന്താ, പിന്നെ ഒരു പണിയുണ്ട് ആക്ച്വലി. അത് എത്രത്തോളം നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. സോ തൽക്കാലം പുല്ല് വളർന്നു വരുന്നിട്ട് കാടാകുന്ന പ്രശ്നം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയും ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്തത്. എനിവേ ഞാൻ ബാക്കി ഇതിനെ സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് കുഴി കുഴിച്ചെടുത്ത് ഇത് നിറച്ച് ബൗണ്ടറി നട്ട് വെക്കും. ഇപ്പം പിന്നെ വെള്ളം നനച്ചത് വളർന്നു വരട്ടെ. ആ സമയത്തിനുള്ളിൽ ബാക്കി നനയ്ക്കുന്ന പരിപാടിയും എല്ലാ കാര്യങ്ങളും ഓട്ടോമേറ്റഡ് ആക്കാനാണ് എൻ്റെ ഒരു ആഗ്രഹം. എത്രത്തോളം സക്സസ്ഫുൾ ആവും, എത്രത്തോളം നടന്ന് തീരും ഒന്നും എനിക്കറിയത്തില്ല, എന്തായാലും നോക്കാം. സോ എനിവേ ഓട്ടോമേഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിന് വേണ്ടിയ സാധനങ്ങളെല്ലാം മേടിച്ചെന്തായാലും ഇനീഷ്യലി. ഫസ്റ്റ് അതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പാനൽ വേണം, പിന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു മെയിൻ കൺട്രോളർ വേണം. ആ കൺട്രോളറിൻ്റെ ഡേറ്റ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കണമെങ്കിൽ അതൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഒരു ഡിസ്പ്ലേ വേണം. പിന്നെ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി ഇൻപുട്ടുകൾ വേണം, മീൻസ് കീബോർഡ് പോലത്തെ ഒരു സംഭവം സെറ്റ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ബോക്സ് മേടിച്ചു അതിന് വേണ്ടിയിട്ട്. പിന്നെ ആ ഡിസ്പ്ലേ മേടിച്ചു. പിന്നെ ESP232 മോഡ്യൂൾ മേടിച്ചു. ആ സാധനത്തിൻ്റെ കൂട്ടത്തിൽ അവരൊരു ഗിഫ്റ്റായിട്ടൊരു പുഷ് ബട്ടൺ തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു ബുക്ക്ലെറ്റും. സോ എനിവേ ESP232 മോഡ്യൂൾ ഇങ്ങനെ ഒരു പാക്ഡ് സീൽഡ് കവറിൻ്റെ അകത്ത് വരും. അതുകൊണ്ട് പിന്നെ അവരുടെ ഒരു താങ്ക് യു ഗിഫ്റ്റായിട്ടൊരു പുഷ് ബട്ടൺ ഉണ്ട്. പിന്നെ അതായത് ആ സാധനം ഇത് നമുക്ക് എവിടെയെങ്കിലും ആവശ്യം വരുമെന്നിടത്തില്ല, നോക്കാം എവിടെയെങ്കിലും ആവശ്യം വരുമെന്ന്. ഇനി അത് അത്രയും എന്നെടുത്ത് വെച്ചു. ഇനി എന്തായാലും മെക്കാനിക്കൽ പണി തീർന്നിട്ടേ അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളല്ലോ. സോ ആദ്യം നമ്മുടെ മെക്കാനിക്കൽ ഡെക്കറേഷൻ പരിപാടികളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യട്ടെ, അതിനായിട്ട് ബാക്കി.
വെയിലത്ത് കൊണ്ട് ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ട് അങ്ങ് നട്ട് മൊത്തം. സോ ഈ ഒരു വരമ്പ് പിടിച്ച് ഞാൻ മൊത്തം ഈ ഒരു സംഭവം ഇങ്ങനെ ചുറ്റി വിട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ തൽക്കാലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, സംഭവമൊക്കെ വീക്കൊന്നുമില്ലാതെ വെള്ളച്ചാട്ടം വരും. ഇപ്പോൾ നമ്മുടെ പുല്ല് വളർന്ന് വരുന്നിടം കവർ ചെയ്യാൻ മാത്രം ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതിനെ കവർ ചെയ്തിട്ട് വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് ഒഴുകാനുള്ള രീതിയിൽ മീൻസ് ഒഴിച്ചോളും എന്നുള്ള രീതിയിൽ ഡ്രിപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഫുൾ ടൈം ഇങ്ങനെ ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടും നല്ലത് ഒരു സമയത്ത് നന്നായിട്ട് അങ്ങ് ഒഴിച്ചിട്ട് നിർത്തുക. വെള്ളം നോക്കിയിട്ട് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വെള്ളം ഒഴിക്കുക. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന രീതിയിൽ ഇതിനും അതുപോലെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെയും ഈ ചെടികൾക്ക് എല്ലാത്തിനും ആകുന്ന രീതിയിൽ ചെയ്യാനാണ് അടുത്ത പദ്ധതി. സോ ഇനി ഓട്ടോമേഷനിലേക്ക് കയറാം. ഓട്ടോമേഷനിൽ ഞാൻ നേരത്തെ കാണിച്ച ESP32 എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇൻ പേഴ്സൺ. ഞാൻ ജസ്റ്റ് വീഡിയോസ് കണ്ടിട്ട് കോഡിങ് എങ്ങനെ വേണം എന്നുള്ള ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ. ഇനിയിപ്പോഴാണ് ഒരു കാര്യം കാണിക്കാമേ. ഒരു കുഞ്ഞ് കിളി വന്ന് ഇവിടെ കൂട് കൂട്ടിയിട്ടുണ്ട്. കാണാമോ എന്ന് എനിക്കറിയത്തില്ല ക്യാമറയിൽ. അതായത് കണ്ടോ, ഇവിടെ ഒരു കൂട് കൂട്ടിയിരിക്കുന്ന കൊച്ചു പാർട്ടി പറയുന്നുണ്ട്. ക്ലിയറായിട്ട് ക്യാമറ കൂടെ കാണത്തില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ഈ പാർട്ടി താഴെ വന്നിട്ടുണ്ട്. ഇരിക്കും താഴെ. ആ പുള്ളി താഴെ വന്ന് കൂട് കൂട്ടിയിരിപ്പുണ്ട്. എപ്പോഴാണ് കണ്ട ആളെ. അപ്പോൾ വലിയ ബഹളമില്ലാതെ നമുക്കൊന്ന് മാറി നിൽക്കാം. എന്തായാലും അതവിടെ കൂട് നോക്കിക്കൊണ്ടിരുന്നോട്ടെ. ഓക്കെ, അപ്പം ആളെ ഡിസ്റ്റർബ് ചെയ്യാതെ വേണം ഇനിയും ചെയ്യാൻ. കുഴപ്പമില്ല, അത്ര വലിയ ബഹളം ഉണ്ടാക്കുന്ന ഡിസ്റ്റർബ് ചെയ്യുന്ന പണിയൊന്നുമില്ല. ഈ ചെടി എന്തായാലും ഇപ്പം ഞാൻ വെട്ടുന്നില്ല, ഞാൻ ഷേപ്പ് ചെയ്യുന്നില്ല. ബാക്കി തറയെ വെള്ളം ഒഴിക്കാനുള്ള പരിപാടികൾ മാത്രം ഒന്ന് ചെയ്ത് വിട്ടാൽ മതി. വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് സൂക്ഷിക്കണം. ഇത് സ്പ്രിങ്കിളാണ് ചെയ്യുന്ന ഇതിന്, അങ്ങനെ മോഡ് ഒഴിക്കരുത്. കുഴപ്പമില്ല, അത് ചെയ്യാൻ പണിയുള്ളൂ. എനിവേ അപ്പം ബാക്കി ഇറിഗേഷൻ ഓട്ടോമേഷനിലോട്ട് പോയി. സോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഫിഷിനെ മേടിച്ച സൈ ഫാം അക്വ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അവരുടെ ഫാമിൽ നിന്ന് തന്നെ നേരിട്ട് പോയി ഇപ്രാവശ്യം ഞാൻ എടുത്തു. ഞാൻ ആ വഴി പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ എന്നാൽ പിന്നെ അവിടെ നിന്ന് എടുത്തോണ്ടെങ്കിൽ വരാമെന്ന് വെച്ചുകൊണ്ട് ഞാൻ ആ വഴി പോയി ഫിഷും എടുത്തുകൊണ്ട് തിരിച്ചിങ്ങ് വരുന്നു. അതുപോലെ തന്നെ ഞാൻ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച പ്ലാന്റ്സിൽ കുറേയൊക്കെ എന്ന് പറയുന്നത് തരപ്പേൽ നഴ്സറി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അവിടെ നിന്നാണ് ഞാൻ മേടിച്ചത്. ഈ സെറ്റ് കൂടാതെ ഞാൻ വേറൊരു സെറ്റും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അടുത്ത ദിവസത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു മറ്റേ കാർപ്പറ്റ് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൊക്കോപീറ്റും പോട്ടിംഗ് മിക്സും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സെറ്റിനെ മേടിച്ചത്. ഞാൻ ഇവിടെ നിന്ന് തന്നെ വീണ്ടും മേടിക്കാൻ കാര്യം അവരുടെ ക്വാളിറ്റി തന്നെയാണ്. സർവീസിൻ്റെ ക്വാളിറ്റിയും അതുപോലെ അവരുടെ പെരുമാറ്റം കൊണ്ടും ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ടീമാണ് ഇവർ രണ്ടുപേരും. സൈഫാമക്കോയുടെ ഫാം സ്റ്റേ ഒക്കെ ഉള്ളൊരു ടീമാണ് കേട്ടോ. അടുത്തൊരു വീഡിയോ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഈ ഡ്രിപ്പ് ഇറിഗേഷനുള്ള സമയമാണ്. ഇവിടെ കൂടെ അടിയിൽ കൂടെ ഒരു പൈപ്പ് പോകുന്നുണ്ട്. സോ അതിനെ മാന്തി എടുത്തിട്ട് അതിൽ നിന്നൊരു പൈപ്പ് എടുത്ത് ഡ്രിപ്പ് ഇറിഗേഷനുള്ള സെറ്റിങ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ എല്ലാത്തിനും ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം കിട്ടുമല്ലോ. ഓട്ടോമാറ്റിക്കാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് മാനുവൽ ട്രൈ ചെയ്യണം. അതിനും ഫസ്റ്റ് പോയിൻറ്റ് കുഴിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി ഇത് ഫുൾ ടൈം ഞാൻ ഓണാക്കി വെച്ചുകൊണ്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് രാവിലെ വൈകുന്നേരം അത്രയും മാത്രമേ ഉണ്ടാവൂ. പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് അഡ്വാൻസ് ചെയ്തിട്ട് മണ്ണിലെ വെള്ളത്തിൻ്റെ ലെവൽ ചെക്ക് ചെയ്തിട്ട് വെള്ളം ഇറിഗേഷൻ വേണോ എന്നുള്ള രീതിയിൽ ചെയ്താലോ എന്ന് എനിക്കുണ്ട്. നോക്കണം. ഫസ്റ്റ് എന്തായാലും വെള്ളം ഒഴിക്കുന്നത് വരെ ചെയ്യാം. ജസ്റ്റ് വെള്ളം ഒഴിക്കുക മാത്രം. പിന്നെ അതിനെ ലെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കാം. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും ബേസിക് ഓട്ടോമേഷനുള്ള സാധനം എൻ്റെ ഉണ്ട്. ബാക്കി എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. പൈപ്പ് മുറിച്ച് അതിൻ്റെ അകത്തു നിന്ന് ഒരു മുകളിലോട്ട് ഒരു വൈ പോലത്തെ ഒരു സാധനം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ സാധനത്തിൽ നിന്ന് ഒരു സെക്ഷനും മറ്റേ സാധനത്തിൽ വേറൊരു സെക്ഷനുമാണ് നമുക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ വെച്ചേക്കുന്നത്. അത് ഇൻഡിവിജ്വലി ഓണാക്കുക ഓഫാക്കുക വേണം രണ്ട് സൈഡിനെ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചേക്കുന്നത്.
സോ ഇനി ഈ സാധനത്തിൽ നിന്ന് പൈപ്പിട്ട് എല്ലായിടത്തും എത്തിക്കുക. അത് കഴിഞ്ഞിട്ട് വെച്ചിട്ടില്ല പിന്നെ ഇതിനെല്ലാം ഇലക്ട്രോണിക്കലി ഓണാക്കുന്ന പോലെ ആക്കണം. അപ്പോൾ തൽക്കാലം ജസ്റ്റ് വെള്ളം അടിക്കുന്ന പോലെ വെച്ച് ടെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇലക്ട്രോണിക്കൊക്കെ ആക്കാം എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു കണക്കൂട്ട്. വെള്ളം തിരിച്ച് ഓണാക്കി, ലീക്കൊന്നുമില്ല, അത് സേഫാണ്. ഇനി ഇതിൽ നിന്ന് കണക്ഷൻ കൊടുക്കണം. പക്ഷേ അതുപോലത്തെ പണിയിലേക്ക് പോകുന്നതിന് മുന്നേ ഇന്ന് വന്ന ചെടികളെ നമുക്ക് നടണം. കാരണം അതങ്ങനെ വെച്ചോണ്ടിരുന്ന എന്തിനാ വെറുതെ റിസ്ക് എടുത്തത്, അഴുക്കായി പോകുമോ ഇല്ലയോ എന്ന് ഞാൻ വെറുതെ റിസ്ക് എടുക്കുന്നത്. സോ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു 2 കോർണറിൽ കുറച്ച് സാധനങ്ങൾ വെക്കാറുണ്ട്. ഇങ്ങനെ പോസ്റ്റ്, അതിൻ്റെ മുകളിൽ അതിൻ്റെ ഒരു ഹാങ്ങിങ്. ഇതാണ് നമ്മളൊരു പ്ലാൻ. ഫസ്റ്റ് തൂണുറപ്പിക്കണം. തൂണുറപ്പിച്ച് ഇതിൻ്റെ ലെവലിൽ മൊത്തം കൊക്കോപ്പീറ്റിട്ട് ഒരു ബേസ് ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ പോട്ടഡ് സോയിലിട്ട് ചെയ്യണം. അതാണ് ഇപ്പോഴത്തെ ഒരു ഫസ്റ്റ് ബേസിക് ഐഡിയ. അതിന് ശേഷം ബാക്കി. ഇപ്പോൾ തൽക്കാലം എഡ്ജുകളൊക്കെ തേച്ച് ഇവിടെ ഒരു കുറ്റി നാട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി ചെടികളിൽ 2 മേടിച്ച് ആക്ച്വലി ആ കുറ്റിയെ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ അത്യാവശ്യം സിമെൻറ്റ് പണികൾ എല്ലാം കഴിഞ്ഞ എഡ്ജ് ബൗണ്ടറികളെല്ലാം ഇനി കാർപ്പറ്റിൻ്റെ മുകളിൽ ലെവൽ ചെയ്യാൻ വേണ്ടിയുള്ള പോട്ടിംഗ് സോയിലും മറ്റേ ചകിരിച്ചോറും വെച്ചങ്ങ് ലെവൽ ചെയ്യാന്ന് വെച്ചിട്ടായിരുന്നു. അല്ലാതെ നല്ല മണ്ണ് കിട്ടാനില്ല. സോ അത് രണ്ടും എടുത്ത് മിക്സ് ചെയ്ത് ഇടാൻ പോവാം. എൻ്റെ അമ്മേ, എൻ്റെ നാടും. സോ അങ്ങനെ കോക്കോപ്പീറ്റിനെ നനച്ചെടുത്ത് അതിനെ കൊണ്ടൊരു ചെറിയൊരു മല പോലെ ഉണ്ടാക്കി ആ മലയുടെ മുകളിൽ പോട്ടിംഗ് മിക്സ് ഇട്ട് അതിൻ്റെ മുമ്പിലൊരു കല്ലും വെച്ച് അതിൻ്റെ മുകളിൽ ചെടി വെച്ച് കുറച്ച് ഡെക്കറേറ്റീവായിട്ട് മലയും കുന്നും അതൊരു രീതിയിലൊരു, അതായത് അൺഈവനായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഗ്രാസ് ഫീൽഡിൻ്റെ ഒരു ഫോർമാറ്റിൽ ചെയ്തെടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നോക്കാം എങ്ങനെയാവുമെന്ന്. ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് പറ. ആ സൈഡിൽ അവിടെ ചെയ്തതുപോലെ ആ കല്ല് വെച്ച് തന്നെ ബേസ് കൊക്കോപ്പീറ്റ് ഇട്ടിട്ട് മുകളിൽ മറ്റേ പോട്ടിംഗ് മിക്സ് ഇട്ടിട്ട് നമ്മളൊരു ലെയർ ചെയ്തു. അതിപ്പം കൊക്കോപ്പീറ്റ് ഞാൻ ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, സോയിൽ അവിടെ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതുപോലെ ഇവിടെയും ചെയ്തത് തന്നെ. ഈ ഒരു ഇതിൻ്റെ ബേസിൽ സെയിം തിങ്, ബേസ് കൊക്കോപ്പീറ്റ്, മുകളിൽ സോയിൽ, അതിൻ്റെ മുകളിൽ നമ്മുടെ ചെടി. അങ്ങനെ ഇതിനെ വെച്ചു. ഇതിൻ്റെ മുകളിലൊരു ചെറിയ ചട്ടി വെച്ചിട്ട് അതിൻ്റെ അകത്ത് മറ്റേ ഹാങ്ങിങ്ങിനെ വെക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. ഫസ്റ്റ് ഈ ബേസ് ചെയ്യണം. ആ ബേസ് ചെയ്തിട്ട് മീൻസ് കൊക്കോപ്പീറ്റിട്ട് അത് ചെയ്യണം, ഫ്ലോർ കവർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം മറ്റേ സോയിലിട്ട് ഇതിനെ കവർ ചെയ്യാം. എന്നിട്ട് വേണം ഈ പരിപാടിയിലേക്ക് കയറാൻ. അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. ഓരോരോ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നത് ഒത്തിരി നേരം എടുക്കും. മഴ പെയ്യാൻ പോകുന്നതിന് മുന്നേ എനിക്ക് പരിപാടിയൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യണം. സോ തീർത്തിട്ട് എനിക്ക് കാണിച്ചു തരാമേ. നമ്മുടെ സോളിനോയിഡ് വാൽവ് ഓർഡർ ചെയ്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു അഡാപ്റ്ററും പിന്നെ അതിൻ്റെ ടെർമിനലിലേക്കുള്ള ഒരു 4 കണക്റ്റേഴ്സും അതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്രീ ആയിട്ടല്ല എങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. സോ ഇപ്പം നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സൈഡിൽ മറ്റേ ഫീമെയിൽ ത്രെഡ് അഡാപ്റ്ററും അതുപോലെ മറ്റേ സൈഡിൽ ആ ഹോസ് കണക്ടറിൻ്റെ വിത്ത് ത്രെഡുള്ള സാധനവും, അതിൻ്റെ പേരെന്തോന്ന് എനിക്കറിയത്തില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആ സാധനവും കണക്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ ഈ കണക്ടറിൽ നമ്മൾ സപ്ലൈ കൊടുക്കുന്നതിനെ ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യുമല്ലോ. ഇനി നമുക്ക് എന്തെങ്കിലും സപ്ലൈയും കൂടെ കൊടുത്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യുന്ന മീൻസ് അറ്റ്ലീസ്റ്റ് ആ ഒരു ടക്ക് ടക്ക് സൗണ്ടിലും കേൾക്കണമല്ലോ. അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എപ്പോൾ അടിച്ചോന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ടെഫ്ലോൺ ടേപ്പ് ഇട്ടാണ് ഞാനിതിനെ ഫിക്സ് ചെയ്യുന്നത്. ടെഫ്ലോൺ ടേപ്പ് യൂസ് ചെയ്യുന്നതിന് അത്ര വലിയ ഫാൻ അല്ലെങ്കിലും ഇക്കാര്യത്തിൽ ഇതാണ് ബെറ്റർ. സോ എനിവേ അത് വെച്ച് നമുക്കിനിയും കൊണ്ട് മെയിൻ ഇതൊക്കെ കൊണ്ട് ഒട്ടിക്കാം. ഇനി പണി വളരെ സിമ്പിളാണ്. അതിൽ നിന്ന് പൈപ്പ് നേരെ ഇങ്ങനെ പോയി ഒരു വാൽവ് ഇവിടെ കൂടെ ഇങ്ങനെ ഈ ഒരു റൗണ്ട് പിടിക്കും. മറ്റേതെന്ന് പറഞ്ഞാൽ നേരെ അങ്ങോട്ട് പോയിട്ട് ആ ചട്ടികളിലേക്ക് പോകും. അതാണ് 2 കണക്ഷൻ വന്നേക്കുന്നത്. അകത്തെ സർക്കിളിലൊന്ന് അതിന് വേറെ ഞാൻ സെപ്പറേറ്റ് കിട്ടുന്നുള്ളൂ. 2 ഇൻഡിവിജ്വലായിട്ട് ഓണാക്കാണ്ട് വന്നാൽ ഓണാക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. കാരണം അവിടെ ഇരിക്കുന്നതിന് കൂടുതൽ വെള്ളം വേണ്ട. ഇവിടെ ഇരിക്കുന്ന കമ്പാരിറ്റീവ്ലി വേറൊരു റിക്വയർമെൻറ്റാണ്. സോ അതനുസരിച്ച് നമുക്ക് നോക്കാം. പണി തുടരട്ടെ. ഇതാണ് നമ്മുടെ മെയിൻ ഹോസ്. സോ ഇത് എവിടെയൊക്കെ വെള്ളം ചെല്ലണോ അത് ആ ഏരിയകളിലെല്ലാം ഇതുകൊണ്ട് ഒരുമാതിരി മെയിൻ ആർട്ടറി പോലെ കണക്ട് ചെയ്ത് വെക്കുക. പിന്നെ അവിടെ നിന്ന് ഓരോ ചെടിക്കും ഉള്ളത് ചെറിയ ട്യൂബ് ഇട്ടിട്ട് അവിടെ നിന്ന് കൊടുക്കുക. അവൻ്റെ എൻഡ് വെച്ച് സീൽ ചെയ്യുക. അത്ര ഉള്ള സംഭവം. സോ വേണ്ട ലെങ്ത് വെച്ച് മുറിച്ച് ടെഫ്ലോൺ ടേപ്പ് ഇട്ട് തന്നെ ബെൻഡൊക്കെ ചെയ്ത് അതിൻ്റെ പാത്ത് റൂട്ട് ചെയ്ത് എടുക്കുകയാണ് ഇപ്പം.
സോ വേണ്ട ലെങ്ത് വരെ എല്ലാ ഭാഗങ്ങളിലും എത്തി എന്ന് ഉറപ്പ് വരുത്തുക. കുറച്ച് അയച്ചിരുന്ന് താത്ത വെക്കുവാണ് പൈപ്പ് അധികം വിസിബിൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ മണ്ണിച്ചിരി ഇറക്കി താത്ത വെച്ചിട്ട് അതിൻ്റെ എൻഡ് വരെയുള്ള ലെങ്ത് എടുത്ത് അതിനെ പെൻഡ് ചെയ്ത് അവിടെ സെക്യൂർ ചെയ്ത് വെക്കുക. ആ തടി കഷ്ണം വെയിറ്റ് വെച്ചത് തൽക്കാലം പണി കഴിയുന്ന വരെ ഒരു വെയിറ്റായിട്ട് വെച്ചെന്നേ ഉള്ളൂ. സ്റ്റെപ്പുകൾ വളരെ സിമ്പിളാണ്. ഈ സാധനം വെച്ച് കുത്തി ഒരു കിഴുത്തിടുക. അതിന് ശേഷം ഇതുപോലത്തെ ഒരു സാധനം അതിൻ്റെ കൂടത്തെ പോയിൻ്റ് ഇട്ട് എവിടെയൊക്കെ നമുക്ക് ആ ഫ്ലോ വേണോ അതിലോട്ട് വെക്കുക. അതിൻ്റെ ചരിച്ച് കെട്ടിയേക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ട്, അത് വേണം അകത്തോട്ട് വെക്കാൻ. അത് അകത്തോട്ട് വെച്ച് കയറ്റി വെക്കുക. പിന്നെ നമ്മുടെ ചെറിയ ട്യൂബ് ഇട്ട് അതിൽ അതിൻ്റെ ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ആ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനെ കണക്ട് ചെയ്യുക. എൻഡിൽ മറ്റേ ഡ്രിപ്പറിൻ്റെ ഈ എൻഡ് കണക്ട് ചെയ്തിട്ട് മറ്റേ സൈഡിൽ ഡ്രിപ്പർ വെച്ചിട്ട് അതിനൊരു ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു അര പോലത്തെ ഒരു സാധനമുണ്ട്. അത് കയറ്റി വെച്ചിട്ട് ഡ്രിപ്പറും വെച്ച് ഫിക്സ് ചെയ്ത് ഇച്ചിരി ഒന്ന് ലൂസാക്കി കൊടുക്കുക. അന്നേരം മീൻസ് ഫുൾ ടൈറ്റ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ഒന്നും വെള്ളം വരില്ല. ഇച്ചിരി ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തിരിച്ച് എവിടെയാണോ എങ്ങനെയാണോ വേണ്ടത് അവിടേക്ക് ഡയറക്റ്റ് ചെയ്ത് ഡ്രിപ്പർ സെറ്റ് ചെയ്ത് വെക്കുക. സോ ഇതിനെ എല്ലാ ചെടിയുടെയും കൂട്ടി ചെയ്യണം. ഓട്ടോമേഷൻ അടുത്ത വീഡിയോ കാണിക്കാമേ. ബൈ.